ഹായ് ഫ്രണ്ട്സ്, ഞാൻ സ്പെയിനിൻ്റെ തലസ്ഥാനമായ മാഡ്രിഡിൽ വന്നിറങ്ങിയേക്കുവാണ്. എൻ്റെ ഒരു സോളോ ട്രിപ്പാണിത്. ഞാനിവിടെ വന്നിറങ്ങി ഇവിടുത്തെ മെയിൻ സ്ട്രീറ്റായ അറ്റാച്ചോയിലേക്ക് ഈ ട്രെയിൻ കയറി പോകാനാണ് എൻ്റെ പ്ലാന്. ഇവിടെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നല്ല വൃത്തിയോടെ വെച്ചിട്ടുണ്ട്. റെയിൽവേയിലൊക്കെ ജനങ്ങൾ കുറവാണ്. ഞാൻ കയറിയ കമ്പാർട്ട്മെൻറ്റിൽ തീരെ ആരും തന്നെ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത ട്രെയിൻ മാറിക്കയറി. ആ ട്രെയിനാണ് നേരെ അറ്റാച്ചോ എന്ന് പറഞ്ഞ സിറ്റി സെൻറ്ററിലോട്ട് പോകുന്നത്. അവിടെയാണ് ഞാൻ ഹോസ്റ്റലാണ് ബുക്ക് ചെയ്തേക്കുന്നത്, ഹോസ്റ്റലെടുത്തേക്കുന്നത്. അങ്ങനെ ഞാൻ അറ്റാച്ച എന്ന സിറ്റി സെൻറ്ററിൽ വന്ന് ട്രെയിൻ ഇറങ്ങിയേക്കുവാണ്. ഇവിടെ ഒരു 100-150 മീറ്റർ മാറിയാണ് ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലുള്ളത്. ഇത് അന്ന, എൻ്റെ മാഡ്രിഡിലെ ഫ്രണ്ടാണ്. ഈ ഫ്രണ്ടിനെയും കൂട്ടിയാണ് ഞാൻ മാഡ്രിഡ് ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞു. അതുകൊണ്ട് കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടുത്തെ ഒരു ഫേമസ് ഹോട്ടലിൽ കയറിയേക്കുവാണ്. അവിടെ സ്പാനിഷ് തനത് വിഭവങ്ങൾ കഴിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ കയറിയേക്കുന്നത്. ഇത് പോർക്ക് വെച്ചിട്ടുള്ളൊരു വിഭവമാണ്. 2 വർഷത്തോളം ഓരോത് സൂക്ഷിച്ച് ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടത്. അവർ സ്മോക്ക് ചെയ്തിട്ട് തൂക്കിയിട്ടേക്കുമായിരിക്കും. ആ സാധനം പിന്നീടുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അത് സ്ലൈസ് ചെയ്തിട്ട് ഒരു പച്ചമാംസം തന്നെയാണത്, അതാണ് അവർ കഴിക്കുന്നത്. ഇത് ഇവിടുത്തെ വേറൊരു വിഭവമാണ്. സ്പെയിനിൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു വലിയൊരു ടൗണാണ് മാഡ്രിഡ്. ഈ ടൗൺ യൂറോപ്യൻ യൂണിയനിലെ 2ാമത്തെ വലിയ നഗരമാണ്. 9ാം നൂറ്റാണ്ടിൽ മുസ്ലിം ഭരണാധികാരിയായ മുഹമ്മദ് I ഈ നഗരം സ്ഥാപിച്ചത്. മജ്രീദ എന്നായിരുന്നു ഇതിൻ്റെ ആദ്യകാല പേര്. പിന്നീട് 1561 ഫിലിപ്പ് II രാജാവ് തൻ്റെ കൊട്ടാരം ഇങ്ങോട്ട് മാറ്റിയതോടെയാണ് മാഡ്രിഡ് സ്പെയിൻ്റെ തലസ്ഥാനമായി മാറിയത്. മാഡ്രിഡിൽ കാണാൻ നിരവധി ചരിത്രപ്രധാനമായ സ്ഥലങ്ങളുണ്ട്. റോയൽ പാലസ് എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ കൊട്ടാരങ്ങളിൽ ഒന്നാണിത്. നിലവിൽ രാജാവ് ഇവിടെ ഇല്ല. താമസമെങ്കിലും ഔദ്യോഗിക ചടങ്ങുകൾ ഇവിടെയാണ് നടക്കാറുള്ളത്. പ്ലാസ മയോറുണ്ട്. ഹൃദയഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതിമനോഹരമായ ഒരു പൊതുചേരമാണിത്. ചുറ്റും കഫേകളും റെസ്റ്റോറൻറ്റുകളും നിറഞ്ഞ ഈ പ്രദേശം സഞ്ചാരികളുടെ ഇഷ്ടമാണ്. അങ്ങനെ എൽമെറിറ്റോ പാർക്ക്, അങ്ങനെ ഒത്തിരി സംഭവങ്ങളെല്ലാം ചേർന്നതാണ് ഈ മാഡ്രിഡ്. ഈ ദൂരെ കാണുന്ന ഇവിടുത്തെ ഓപ്പറ ഹൗസാണ്. അതും പിന്നിട്ടുകൊണ്ട് ഞാനിനി ഇവിടെയുള്ള പാലസ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അത് പാലസിലോട്ടുള്ള വഴിയാണിത്. ഇത് ഇവിടുത്തെ തിയേറ്ററാണ്. ഈ തിയേറ്ററിൽ നിരവധി ഷോകളും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. ഇതാണ് ഇവിടെയുള്ള റോയൽ പാലസ്. വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ഈ കൊട്ടാരം ലണ്ടനിലെ ബക്കിംഗ്ഹാം കൊട്ടാരത്തെക്കാളും ഫ്രാൻസിലെ വേഴ്സായി കൊട്ടാരത്തെക്കാളും വലുതാണ്. ഏകദേശം 3418 മുറികളാണ് ഇതിനകത്തുള്ളത്. നിലവിലുള്ള യൂറോപ്യൻ കൊട്ടാരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പ്രവർത്തനക്ഷമമായ കൊട്ടാരമാണിത്. ഇവിടം ഭരിച്ചിരുന്ന മുൻ രാജാക്കന്മാരുടെ പ്രതിമകളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ കെട്ടിടത്തിൻ്റെ മുകളിലെല്ലാം ഉണ്ട്. യഥാർത്ഥത്തിൽ ഈ കൊട്ടാരത്തിൻ്റെ മുകളിലുള്ള പ്രതിമകളെക്കുറിച്ച് ഒരു രസകരമായ കഥയുണ്ട്. കൊട്ടാരം പണിത സമയത്ത് ഈ പ്രതിമകളെല്ലാം കൊട്ടാരത്തിൻ്റെ മുകളിൽ തന്നെയാണ് സ്ഥാപിക്കാൻ
പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ അന്നത്തെ രാജ്ഞിയായിരുന്ന എലിസബത്ത് ഫർണേസിന് ഒരു പേടി സ്വപ്നമുണ്ടായി. വലിയൊരു ഭൂകമ്പം വന്ന് ഈ ഭാരിച്ച പ്രതിമകളെല്ലാം കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് പതിച്ച് ആളുകൾ മരിക്കുന്നു. പേടിച്ചുപോയ രാജ്ഞി ഉടൻ തന്നെ ഈ പ്രതിമകളെല്ലാം മുകളിൽ നിന്ന് ഇറക്കി താഴെയുള്ള പ്ലാസയിലും സബ്സ്റ്റേഷനറി ഗാർഡുകളിലുമായി സ്ഥാപിച്ചു. വർഷങ്ങൾക്ക് ശേഷം അടുത്ത കാലത്തായി നടന്ന പുനരുദ്ധാരണത്തിലാണ് ഇതിൽ കുറേയേറെ പ്രതിമകൾ മുകളിലും കുറേ എണ്ണം താഴെയായി സ്ഥാപിച്ചത്. റോയൽ പാലസ് 18-ാം നൂറ്റാണ്ടിൽ പണിത് തീർത്തെങ്കിലും ഈ കത്തീഡ്രലിൻ്റെ നിർമ്മാണം തുടങ്ങുന്നത് 1883 മാത്രമാണ്. പിന്നീട് സ്പാനിഷ് ആഭ്യന്തര യുദ്ധം കാരണം നിർമ്മാണം ദീർഘകാലം തടസ്സപ്പെട്ടു. ഒടുവിൽ 1993 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ഈ ദേവാലയം ആശീർവദിച്ച് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് പൗരാണിക ലുക്ക് തോന്നുമെങ്കിലും ഉള്ളിൽ വളരെ ആധുനികമായ ഡിസൈനാണ് ഇതിനുള്ളത്. പാലസ് ഇപ്പം എൻട്രി ഇല്ല, അവിടെ ഇപ്പോഴും പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അകത്തോട്ട് പ്രവേശനം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അകത്ത് പാലസ് കാണാൻ പറ്റിയിട്ടില്ല. ഇന്നലെ ഇവിടെ ലയോൺ 14 മാർപ്പാപ്പ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് ഇവിടുന്ന് ബാർസലോണയ്ക്ക് പോയേക്കുവാണ്. ഇത് ആൾക്കാരൊക്കെ നേരത്തെ ഇടുന്ന ഒരു സ്ഥലമാണ്. അത് ഒരാൾ കൊണ്ട് പൈസ ഇട്ട് നോക്കുന്നുണ്ട്. പൈസ നേരത്തെ ഇടുന്ന ഒരു സ്ഥലമാണ്. ചതുരത്തിൽ വെച്ചേക്കുന്ന ആരും ഇടത്തവൻ എടുത്തുകൊണ്ട് പോകത്തില്ല. ഇത് ഒരാളിവിടെ പെയിൻറ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് ഭിത്തിയിൽ പെയിൻറ് ചെയ്ത് വെക്കുന്നതാണ്. അത് ഗവൺമെൻറ്റിൻ്റെ ഒരു സ്പോൺസറോട് കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി നമ്മൾ പോകുന്നത് മാഡ്രിഡിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു കെട്ടിടത്തിൻ്റെ മുകളിലാണ്. അവിടെ ഒരു 30 ഡിഗ്രി റൂഫ് ടോപ്പ് ബാർ ഉണ്ട്. അതിൻ്റെ അകത്തോട്ടാണ് നമ്മളിവിടെ വന്നേക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചുറ്റും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ഗ്ലാസ് പാലമുണ്ട്. ഗ്ലാസ് പാലത്തെ കയറാനും ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ആൾക്കാരിവിടെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഇവിടെ കയറണമെങ്കിൽ തന്നെ ഒരു എൻട്രി ടിക്കറ്റ് കൊടുക്കണം. ഇത് അവിടെ 27 നിലകളേ ഉള്ളൂ ഈ ബിൽഡിങ്ങിന്. അതാണ് ഇവിടുത്തെ ഏറ്റവും ഹൈറ്റുള്ള ബിൽഡിങ്. മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ 100-150 നിലകളാണ്. ഇവിടുത്തെ മാഡ്രിഡിലെ ഏറ്റവും ഹൈറ്റുള്ള ബിൽഡിങ്. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് പേരും വൈനൊക്കെ അടിച്ച് എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്. ഫുൾ തിരക്കാണ്. ഇത്രയൊരു റൂഫ് ടോപ്പ് ബാർ ടിക്കറ്റ് എടുത്ത് വന്നിട്ട് ഇങ്ങനെ ആസ്വദിക്കുന്നവരെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇത്രയും ജനങ്ങൾ ഇവിടെ വന്ന് ഒരു റൂഫ് ടോപ്പ് ബാറിൽ വന്നിരിക്കുന്ന, അത് എല്ലാത്തിനും നല്ല റേറ്റാണ്. എന്നാലും അവരിവിടെ വന്ന് സായങ്കാലം ആഘോഷിക്കുന്നു. ഇവിടെ ഇപ്പോൾ സമയം 9:30 ആയിട്ടുണ്ട്. ഞങ്ങളും സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കൊരു സീറ്റ് തരപ്പെട്ടെന്ന് വന്ന് അവരുടെ വെയിറ്റർ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ സീറ്റിലോട്ട് ഞങ്ങൾ പോവുകയാണ്. അവിടെ ജസ്റ്റ് ഇരുന്ന് ഒരു സ്നാക്ക് ഒക്കെ കഴിച്ച് ഞങ്ങൾ ഇവിടുന്ന് ഇനി നൈറ്റ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി ഉള്ള പരിപാടിയിലാണ്. ഞങ്ങൾക്കും ഒരു സീറ്റ് തരപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. വെയിറ്റർ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ സീറ്റിലോട്ട് പോവുകയാണ്. ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങുവാണ്. ഇനി മാഡ്രിഡിൻ്റെ രാത്രികാല വിസ്മയങ്ങൾ നമുക്ക് കാണാം.
Demasiado le patrón no le pagan a mí. Cuando se me pone en cuadro, la pongo fina. Y le toco la boca para hacer la suya. Súbete en el tubo.